ഒരു ലക്ഷറി ലെവലിൽ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു വീടിന്റെ കഥ പറഞ്ഞാൽ ഒരു 10-25 വർഷം മുമ്പ് ഫസ്റ്റ് ഇനീഷ്യലി നമ്മുടെ ക്ലയന്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അതിനുശേഷം ഒരു 15-20 വർഷത്തിന് ശേഷം പുള്ളി റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന പാനലിംഗ് ഇത് നമ്മൾ സാധാരണ ഇതൊരു വാൾ പേപ്പർ ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള. അത് വാൾ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാനൽ ആയിട്ടൊന്നല്ല, നമ്മൾ പേപ്പർ പോലെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള. വീടിന്റെ ഓരോ ഭാഗത്തേക്ക് പോകുന്നതോറും ഇങ്ങനെ വെളിച്ചം കൂടി വരികയാണ്. കുറെ പ്ലസന്റ് മൂഡിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടില്ല, പകരം ഫാൻ വിത്ത് ലൈറ്റ്. ഇത് ഡെക്കറേറ്റീവ് ഫാൻ. നമുക്ക് ഹൈറ്റിനനുസരിച്ച് താഴേക്ക് ഇത് നമുക്ക് ഒരു ഹാഫ് സ്ക്വയർ ആണെങ്കിൽ റൗണ്ടിലേക്ക് ഇങ്ങനെ. പിന്നെ ഞാൻ കണ്ട സംഭവം ഒരു സ്വിച്ച് ബോർഡാണ്, ഒരു വെറൈറ്റി ആണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു സാധനം. അടുപ്പ് നിങ്ങൾ നോക്കിയാൽ ഇതിൽ നമുക്ക് ഗ്ലാസ് ടോപ്പ് കാണാൻ പറ്റില്ല. സാധാരണ രീതിയിലായി പോകുമായിരുന്ന ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഇല്ലാതായി പോകുമായിരുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ആർക്കിടെക്റ്റ് ഇന്റീരിയർ ഡിസൈനർ വന്നിട്ട് വേറെ ലെവലാക്കുന്നു. ആ കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് കേട്ടോ. കമോൺ അവരുകൂടി. നമ്മളുള്ളത് കണ്ണൂരാണ്. കണ്ണൂർ ഇരിക്കൂർ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഒരു ലക്ഷറി ലെവലിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ഡാനിഷ് ബ്രോ ഹായ്, എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡാനിഷ് ബ്രോ ആണ്, ആർക്കിടെക്റ്റ് ആണ്. ഇന്റീരിയർ ഡിസൈനാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്ന ഇന്റീരിയർ ഡിസൈനാണ്. അതെന്താണ് അങ്ങനെ? ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇന്റീരിയർ ഡിസൈൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫേമിലായിരുന്നു. സോ അതുകൊണ്ട് എൻ്റെ സ്കില്ലും എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ആയതുകൊണ്ട് ഞാനത് ഇന്റീരിയർ തന്നെ പർട്ടിക്കുലർ ഇന്റീരിയർ എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ സെഗ്മെന്റ് ചൂസ് ചെയ്യാനുണ്ട്. ഇതൊരു റിനോവേഷൻ പ്രോജക്റ്റ് ആണല്ലേ ഈ വീട്? യെസ്. ഈ ഒരു വീടിന്റെ കഥ പറഞ്ഞാൽ ഒരു 10-25 വർഷം മുമ്പ് ഫസ്റ്റ് ഇനീഷ്യലി നമ്മുടെ ക്ലയന്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അതിനുശേഷം ഒരു 15-20 വർഷത്തിന് ശേഷം പുള്ളി റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റിനോവേഷൻ അത്ര സ്വന്തമായിട്ട് ചെയ്യാന്നാണല്ലോ മലയാളികളുടെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അതായത് ഒരു ആർക്കിടെക്റ്റിനെയോ ആരെയും കൺസൾട്ടേഷൻ ഒന്നും ചൂസ് ചെയ്യില്ല, നമ്മൾ തന്നെ ഐഡിയക്ക് ചെയ്യാന്നുള്ളൊരു രീതിയിൽ ചെയ്ത് വന്ന് ഒരു പോയിന്റ് എത്തിയപ്പോൾ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടപ്പോൾ പിന്നെ എന്തായാലും ഒരു കൺസൾട്ടന്റ് വേണമെന്ന് വന്നു. പിന്നെ അത് നമ്മളതിലേക്ക് വന്നു. നമ്മളത് ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ച് കളർ കോമ്പിനേഷൻസും കാര്യങ്ങളും പിന്നെ എക്സ്റ്റീരിയറിലും ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നൽകി വീടിനെ മൊത്തത്തിലൊന്ന് ഒരു മേക്ക് ഓവർ കൊടുത്തു. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ നമ്മൾ വലത്ത് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ് വരുന്നത്. ഒരു പ്രത്യേക ഒരു പ്രൈവറ്റ് പാർട്ടായിട്ട് വരുന്നത് പോലെയാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ മുൻപത്തേതിൽ നിന്ന് കൂടുതൽ മാറ്റം വരുത്തി ചെയ്തിരിക്കുന്നത്? ഇതിലേക്ക് വന്നത് സിറ്റ് ഔട്ട് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു പാസേജ് കൂടി ആയിട്ട് എടുത്തു. പിന്നെ അതേപോലെ ഇതൊരു ലിവിംഗ് ആക്ച്വലി റിനോവേഷൻ്റെ ഒരു ലിമിറ്റേഷൻ, പിന്നെ നമുക്ക് ബൗണ്ടറി അതായത് പ്ലോട്ടിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് എക്സ്റ്റൻഷൻ പോസിബിൾ അല്ലായിരുന്നു. ഇപ്പോൾ ലിവിംഗ് മാക്സിമം നമ്മൾ കോമ്പാക്റ്റ് ആയിട്ട് ഇവിടേക്ക് തന്നെ അറേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ ഈ വീടിന്റെ കളർ തീം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു വളരെ ബ്രൈറ്റ് അല്ല, ഒരു ബീച്ച് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഇമ്പോർട്ടഡ് തിങ്സ് ആണ്. കുറെ നമ്മൾ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പല എലമെന്റ്സ് വന്നിട്ടുണ്ട്. നമ്മള് സീലിംഗിൽ മെയിൻ സ്പോട്ട് ലൈറ്റ്സും പിന്നെ ട്രാക്ക് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ വാൾ ലൈറ്റ് ആണ്. ഇതിങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ലൈറ്റ് സോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഓപ്പണിങ് ഇതേപോലെ നമ്മൾ കൊടുത്തു. ഈ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന പാനലിംഗ് ഇത് നമ്മൾ സാധാരണ ഇതൊരു വാൾ പേപ്പർ ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള. അത് വാൾ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാനൽ ആയിട്ടൊന്നല്ല, നമ്മൾ പേപ്പർ പോലെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു കുഷ്യൻ ടൈപ്പ്. അതെ, എനിക്ക് സൗണ്ട് ചെയ്യുമ്പോൾ അതെ ആ ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ ഇത് ആക്ച്വലി നമ്മൾ നോർമൽ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യുന്ന അതേ ഗമ്മിൽ തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള അതേ കളർ തീമും പിന്നെ വിത്ത് ഡിസൈൻ നല്ല ഭംഗി. ഈ ഒരു പാർട്ട് നമുക്കൊരു ഫോക്കൽ പോയിന്റ് ആയിട്ട് തന്നെ മാറിയിട്ടുള്ളത്. കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ലുക്ക് വരുന്ന ഒരു പോയിന്റ് ആണ്. അപ്പം ഇവിടെ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം, അവിടെ ഒരു ബെഡ്റൂം സിറ്റ് ഔട്ട് നിന്ന് കയറി പിന്നെ നേരെ നമ്മളൊരു കോമൺ ഹാളിലേക്കാണ് വരുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു
നേവി ബ്ലൂ കളറിലാണ് ഇതിന്റെ ഒരു ഡൈനിങ്ങും പിന്നെ ആ വാളിലുള്ള ഒരു എലമെന്റ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷിലുള്ള 8x4 ടൈലിലാണ് ചെയ്തിട്ടുള്ളത്. ടൈലാണ്, 8x4 ടൈലാണ്, ഒരു മാർബിൾ, അതായത് വലിയ സ്ലാബ്സ് ആണ്. സ്റ്റെയറിന്റെ പാർട്ടിലേക്ക് വന്നു. സ്റ്റെയർ ഇവിടെ മുൻപ് ഉണ്ടായിരുന്ന രീതി തന്നെയാണ്, അത് തന്നെയാണ്. സ്റ്റെയർ മുൻപ് ഓൾറെഡി ഉള്ള പൊസിഷനിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്ത്. ഇതിൽ മെയിൻ ആയിട്ട് ഈ ഹാൻഡ് റെയിൽ തന്നെയാണ് ഈ ഒരു പിയാനോ ബ്ലാക്ക് കളേഴ്സിൽ വരുന്ന, അതേപോലെ ഗോൾഡും വരുന്ന ഈ ഒരു ഹാൻഡ് റെയിൽ തന്നെയാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ. ബാക്കി നമ്മൾ ടൈൽ തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് നമ്മൾ അതിന്റെ ഒരു വുഡൻ ടൈലും വെച്ചിട്ട് അതിനൊരു കോമ്പിനേഷൻ ആയിട്ട്. ഇതിന് താഴെയാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ വരുന്നത്. ഈ ഡൈനിങ് സ്പേസ് ഇത് കസ്റ്റമൈസേഷൻ ചെയ്തതാണോ അതോ? അല്ല, ഇത് നമ്മൾ ഇമ്പോർട്ടഡ് ആണ്. ഈ ഒരു ടേബിളും ചെയർസും കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. ഓക്കെ, ഒരു 8 സീറ്റർ ടേബിൾ ആണ് വന്നിരിക്കുന്നത്. വീടിന് ചേരുന്ന രീതിയിൽ തന്നെ, അത് ഒട്ടും കുറഞ്ഞു പോയോ അല്ലെങ്കിൽ കൂടി പോയിട്ടില്ല, കറക്റ്റ് ആ ഒരു അതിനെ തന്നെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലൊരു ബ്ലൂ കളർ വാളിലും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വാൾപേപ്പർ മെറ്റീരിയൽ ആണ്. അപ്പം 2 ബെഡ്റൂമുകളും ഒരു കിച്ചണുമാണ് നമുക്ക് ഇനി ഇവിടെ കാണാനുള്ളത്. നമുക്ക് ബെഡ്റൂമിലേക്ക് പോകും അല്ലേ? വീടിന്റെ ഓരോ ഭാഗത്തേക്ക് പോകുന്നതോറും ഇങ്ങനെ വെളിച്ചം കൂടി വരികയാണ്. കുറെ കൂടെ പ്ലസന്റ് മൂഡിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആണ്. ഗസ്റ്റിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്ലൈന്റ് ആയതുകൊണ്ട് എപ്പോഴും ഒരു വൈറ്റ് ബീജിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ് സ്പ്രെഡിലാണെങ്കിൽ വരെ നമ്മൾ ഈ ഒരു വൈറ്റ് ഐവറി തീമിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടില്ല, പകരം ഫാൻ വിത്ത് ലൈറ്റ്. ഇത് ഡെക്കറേറ്റീവ് ഫാൻ, വൈറ്റ് കളറിലൊരു വാർഡ്രോബ്, അതിൽ ഗോൾഡൻ ഹാൻഡിൽസും കൊടുത്തു. ഓക്കെ, കുറച്ച് വൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ്. അതെ അല്ലേ? അതിന്റെ ഹാൻഡിലൊക്കെ ആണെങ്കിലും പ്യൂർ ഗോൾഡൻ. അതെ അത് ഭയങ്കര മാച്ചിങ്. അതെ ഒരു മിനിമൽ ആയിട്ട്, എന്നാൽ ഒരു ആസ്തറ്റിക്കലി കുറച്ചൊരു പ്ലസന്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. പിന്നെ നമ്മൾ ഈ വാളിൽ വരുന്ന പാനലിങ്സ്, വാർഡ്രോബ്സ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. ഒരു വലിയ പടുകൂറ്റൻ മിറർ, വലിയ മിറർ. എപ്പോഴും മിറർ നമ്മുടെ സ്പേസുകളൊന്ന് എൻലാർജ് ചെയ്യുന്നതിന് ഒരു ഫീൽ കിട്ടുന്നതിനൊക്കെ മിറേഴ്സ് നമ്മുടെ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഗോൾഡൻ, വൈറ്റ് മിറർ ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റും. നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ പല വീടുകളിൽ ഞാൻ കണ്ട മറ്റൊരുതാണ്, ഈ വാളിന് കിട്ടുന്ന എലമെന്റ് ഒരു കൊളോണിയൽ ടൈപ്പ് എലമെന്റ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വീടിന്റെ ടോട്ടൽ ലുക്ക് മാറ്റിക്കളയും. യെസ്, കുറച്ചു കാലം മുമ്പ് ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു എലമെന്റ് ആയിരുന്നു മീൻസ്കോട്ട് എന്ന് പറഞ്ഞത്. ഇപ്പൊ അത് വീണ്ടും ട്രെൻഡിങ് ആയി. രണ്ടാമത്തെ ബെഡ്റൂം, അതായത് നമ്മുടെ ഡൈനിങ് സ്പേസിന് തൊട്ടടുത്തുള്ള ബെഡ്റൂം ആണ്. നമ്മളിപ്പോ കണ്ടിട്ടുള്ള ഗസ്റ്റ് ബെഡ്റൂമിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടിയിട്ടുള്ള, കളർ തീമിൽ കുറച്ചുകൂടെ വ്യത്യസ്തതകളുള്ള, ഉമ്മക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റൂമാണ്. ഇവിടെ നമ്മളൊരു ബീച്ച് കളർ തന്നെയാണ്, നമ്മളൊരു ഗ്രീൻ ഒരു കോൺട്രാസ്റ്റ് കളർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എഗെയിൻ ചെറിയ എലമെന്റ് ആയിട്ടൊരു ഗോൾഡൻ സീലിംഗിലും വാളിലും ഒക്കെ നമുക്കൊരു ബോർഡേഴ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പറിന്റെ ഡിസൈൻ, വാൾപേപ്പർ എന്ന് പറഞ്ഞുകൂടാ, നമുക്ക് അതിനൊരു പാനലിംഗ് ആയിട്ടോ ഒക്കെ കൺസിഡർ ചെയ്യാവുന്ന രീതിയിൽ ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ്. വാർഡ്രോബിലാണെങ്കിൽ നമ്മൾ കുറച്ചൊരു പേസ്റ്റലായിട്ടുള്ളൊരു കളറാണ്. വുഡ് പരമാവധി കട്ട് ചെയ്യുക, മാക്സിമം സിമ്പിൾ കളേഴ്സ് ആഡ് ചെയ്യുക, ഇത് തന്നെയാണ്. യെസ്, ഇവിടെ നമ്മൾ വന്നിട്ടുള്ള ഹാൻഡിലൊക്കെ പ്രൊഫൈലൊക്കെ അതെ ഗോൾഡൻ സെയിം അത് എല്ലായിടത്തും ചേരുന്നുണ്ടല്ലോ. ഇത് എവിടെയും ചേരും. അത് വാഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോർണറിൽ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നു. ഈ ഒരു പ്രൊജക്ടിന്റെ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ്, അതിൽ ഇന്റൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഡോസിന്റെ ഒക്കെ ഹൈറ്റ് നമുക്ക്, കാരണം ഓൾറെഡി സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി പോയതുകൊണ്ട് തന്നെ അതിലൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. മെയിൻ ഡോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലൈറ്റ്സ്, കാരണം ഓൾറെഡി ഉള്ള സ്ട്രക്ചർ നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഹൈറ്റിന്റെ ഒരു ചലഞ്ച് ഈ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നു. എല്ലാ റൂമിലേക്കും കോട്ട് ഇമ്പോർട്ടഡ് ആണ്. വാർഡ്രോബ്സ്, പാനലിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ആണ്. പിന്നെ ഞാൻ കണ്ട സംഭവം ഒരു സ്വിച്ച് ബോർഡാണ്, ഒരു വെറൈറ്റി ആണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു സാധനം. ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഇപ്പം സ്വിച്ചസ് നമുക്ക് ഇമ്പോർട്ടഡ് സ്വിച്ചസ് ആണ്. നമുക്ക് ആ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ കിട്ടും. നമ്മളത് ആ ലൈറ്റ് ഓൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും. ഇതിപ്പോ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഈ ഇൻഡിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇത് ഓൺ ആണെന്ന് മനസ്സിലാവും. മെഴ്സിഡസിന്റെ ലോഗോ ടൈപ്പിലേക്ക് വരുന്നത് കൊള്ളാട്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ് തോന്നി. അങ്ങനെ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കയറി. കിച്ചൺ കിച്ചൺ നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കഥ പറയാനുണ്ട്. എന്താണ് ഇതൊരു കിച്ചൺ ആയിരുന്നു, ഇതൊരു വർക്ക് ഏരിയ ആയിരുന്നു. പക്ഷെ ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ഒരേ കളറിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ രണ്ടിനെ ഒന്നാക്കി. കാരണം ഈ ഒരു ടൈലും കുറച്ചൊരു സ്പെഷ്യലാണ്. അപ്പോൾ ഈ ഒരു എൻറ്റയർ ടൈലിനെ ഈ കണ്ടിന്യൂറ്റിയിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട്
ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇത് ശരിക്കും കിച്ചൺ മാത്രമായിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് കിച്ചൺ വർക്ക് ഏരിയ ആയിരുന്നു. ഈ ഒരു ഓപ്പണിംഗ് നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് ഇതിന്റെയൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്നാക്കിയാണ്. പറയുമ്പോൾ വർക്ക് ഏരിയ ആണ് ഇത് വർക്ക് ഏരിയ, ഇത് അങ്ങനെ ആയിരുന്നു. അത് ശരി. അപ്പൊ അതിനെ നമ്മൾ രണ്ടും കൂടെ ഒന്നാക്കി മിക്സ് ചെയ്ത് ഇവിടെ ആക്ച്വലി ഉണ്ടായ ഈ ഒരു ഏരിയ നോക്കിയാൽ പഴയ ചിമ്മിക്കൂടായിരുന്നു, പഴയ അടുപ്പില്ലേ, നാടൻ അടുപ്പിന്റെ ഒരു ഏരിയ ആയിരുന്നു. ഈ ഏരിയയിൽ നമ്മൾ ടോൾ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തു ഇതേപോലെ. പിന്നെ ഓവൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഈ ഓവന്റെ ഒരു ഹീറ്റ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നമ്മൾ താഴെ ഒരു വെന്റ് കൊടുത്തു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീനും പിന്നെ അതേപോലെ ഡിഷ് വാഷറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു. ഇവിടെ നമ്മൾ 2 ആക്സസറി ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു നമുക്ക് ഹൈറ്റിനനുസരിച്ച് താഴേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിച്ചൺ ആക്സസറി ഇത് സെയിം തന്നെ ഒന്ന് അവിടെയും കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ക്ലോസ് ആയിട്ട്. എനിക്ക് കളർ ടോണും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ, ഈ ഒരു വൈറ്റും ഈ ഒരു ബ്രൗണും ഇവിടെ വന്ന എല്ലാവർക്കും ഇഷ്ടമായത് ഈ ഒരു കിച്ചൺ ആണ്. അതെ, ഇവിടേക്ക് നമ്മൾ റെഫ്രിജറേറ്റർ കൊടുത്തു. പിന്നെ അതേപോലെ ഈ ഒരു 3 ഹാങ്ങിങ് ലൈറ്റ്സ്. ഓക്കെ, അത് ഇവിടെയുള്ള ഇതൊരു പാൻട്രി ടേബിൾ ആണ്. നമുക്ക് ഈ ഒരു വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിന് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ ഇത് നമുക്കിപ്പോൾ ഒരു ഹാഫ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് റൗണ്ടിലേക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഒരു 3 പേർക്ക് 4 പേർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ സ്പേസ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതേപോലെ എഗെയിൻ കുറച്ചൊരു ഗോൾഡന്റെ എലമെന്റ് ഇവിടെ ഉണ്ട്, ഒരു ആന്റിക് ഗോൾഡ് ഫിനിഷും. അതേപോലെ ഈ ഹാൻഡിൽസിലേക്ക് വരുമ്പോൾ ഒക്കെ നമുക്ക് ഇവിടെ ഒരു പുൾ ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അടുപ്പ് നിങ്ങൾ നോക്കിയാൽ ഇതിൽ നമുക്ക് ഗ്ലാസ് ടോപ്പ് കാണാൻ പറ്റില്ല. ഡയറക്ട്ലി ഈ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ തന്നെ നോബ്സ് വരുന്ന രീതിയിലാണ് ഈ ഒരു അടുപ്പ് ഉള്ളത്. പോട്ട്സ് ആണ് നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതേപോലെ നമുക്ക് ഈസി ആയിട്ട് എടുക്കേണ്ട, പെട്ടെന്ന് എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സ്പൈസസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇത് പറഞ്ഞ പോലെ വർക്ക് ഏരിയന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ ഒരു പാർട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഗോൾഡന്റെ ഒരു മൾട്ടിപർപ്പസ് സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പുതിയ കിച്ചണുകളിൽ ആക്സസറീസ്, അതായത് ഈ ഓർഗനൈസേഴ്സ് പരമാവധി കുറവാണ്. മാക്സിമം ഈ ബോക്സുകൾ അടിച്ചു വെക്കുക എന്നല്ലാതെ ഇല്ല. അപ്പോൾ നമ്മൾ പരമാവധി കിച്ചണിൽ ഓർഗനൈസേഴ്സ് നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള ഓർഗനൈസേഴ്സ് എപ്പോഴും ആഡ് ചെയ്യാവുന്നതാണ്. മുകളിലത്തെ കാഴ്ചകൾ, നമ്മൾ സ്റ്റെയർ കേസ് നമ്മൾ പറഞ്ഞു, ഇത് പഴയ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഈ വീട്ടിൽ എടുത്ത് പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കർട്ടന്റെ നല്ല പ്രാധാന്യം വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് എല്ലാ മുറികളിലും ഓരോ ഏരിയയിലും നമ്മളിപ്പോൾ നോർമലി ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഏരിയാസിലും നമ്മൾ ഒരേ കർട്ടൻസ് ആണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ഏരിയസിലും സെപ്പറേറ്റ് ഓരോ കൈൻഡ് ഓഫ് ഷെയറും അതേപോലെ കർട്ടൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 2 വാളിലും ഈ ഒരു ലാൻഡിങ്ങിൽ നമ്മൾ എഗെയിൻ നമ്മുടെ സ്ഥിരം ഐറ്റം, പക്ഷേ നമ്മൾ അതിന്റെ പാറ്റേൺസും അതിന്റെ കളേഴ്സും ഒക്കെ നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് കാണാൻ രസമുണ്ട്, വെറൈറ്റി ആണ്. ഇത് അത് തന്നെ അല്ലെന്ന് പറയില്ല, ഇത് വ്യത്യസ്തമായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിലാണ് 2 വശത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അപ്പർ ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഏരിയ, നമുക്കിത് ശരിക്കും കോമൺ ഏരിയ ആണ് കൂടുതൽ. അതെ, ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള അത്രയും തന്നെ ഏരിയ നമുക്ക് ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അത് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. ഒരു ഫാമിലി ലിവിംഗ് ആയിട്ട്, അതായത് TV കാണാനും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. കമ്പാരിറ്റീവ്ലി താഴേക്ക് നോക്കുകയാണെങ്കിൽ കോമൺ ഏരിയ കുറവാണ്. അതെ, പക്ഷെ ഇവിടെ കോമൺ ഏരിയ ആണ് ഏറ്റവും കൂടുതൽ. ഇത് കംപ്രസ് ചെയ്ത് വരുന്ന ഒരു സോഫയാണ്. 3 സീറ്റർ വരുന്ന. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നത് ഒരു ചെറിയൊരു പാക്കേജിലാണ്. മാട്രസും ഒക്കെ പോലെ വരുന്ന സോഫയാണ്. ഫെൻഡിയുടെ 2 ആം ചെയർ ആണ്. എംബ്ലം നോക്കിയാൽ കാണാൻ പറ്റും. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് TV സ്പേസിന് ഇതേപോലെ തന്നെ വേറൊരു കംപ്രസ്ഡ് സോഫ അവിടെയും കൊടുത്തിട്ടുണ്ട്. അതെ, പാനലിംഗിന്റെ കാര്യം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് മാറി. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് സാധാരണ നമ്മൾ വീടുകളിൽ കാണുമ്പോൾ സിമെന്റ് ടെക്സ്ചർ ആയിട്ടാണ്. പേപ്പർ ആണെന്ന് പറയാം, പക്ഷേ അതിന്റെ കൈൻഡ് ഓഫ് സ്റ്റിക്കിംഗ് മാത്രമേ നമുക്ക് വാൾപേപ്പർ എന്ന് പറയാൻ പറ്റൂ. ബാക്കി ഇതൊരു പുതിയ മെറ്റീരിയൽ ആണ്. ഇത് ഇവിടെ 2 സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു നല്ലൊരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി നമ്മളെ വുഡിന്റെ ചിപ്പ് ചെയ്ത് വരുന്ന പോർഷൻ ഇല്ലേ, അതിലേക്ക് കളേഴ്സ് ആഡ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ഒരു ആർട്ട് വർക്കാണ്. ഓക്കെ, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. നമ്മുടെ പാർട്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ സ്റ്റെയർ കയറി വന്ന അവിടെ തന്നെ നേരെ ഇവിടെ വരുന്ന ഒരു ഏരിയ കോമൺ പാസേജ് ആണ്. ബെഡ്റൂമിലേക്കും ഈ ബാൽക്കണിയിലേക്കും ഒക്കെ ഉള്ള ഒരു എൻട്രി ആണ്. പിന്നെ ഒരു ആം ചെയർ കൊടുത്തു, അതിന്റെ കൂടെ ഇതേപോലെ ഒരു ട്രോളി ഇവിടെ കൊടുത്തു. എഗെയിൻ ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ ഇവിടെ നമ്മള് കേട്ടൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, നോട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഡിസൈനിന്റെ പാർട്ടായിട്ട് എടുത്തുന്നേ ഉള്ളൂ. ഇവിടെ പല ഹൈറ്റ് ലെവൽസ് ഉണ്ടായിരുന്നു.
അതായത് റിനോവേഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഈ എക്സ്റ്റൻഷൻ വരുമ്പോൾ പല ഏരിയാസും മറ്റൊരു ഏരിയ ആയിട്ട് ഇങ്ങോട്ട് കണക്റ്റഡ് ആവില്ല. സോ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാനലിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത് പർച്ചേസ് ലിസ്റ്റ് ഉണ്ടാക്കി ഇവിടുന്ന് ചെയ്യേണ്ട ഡ്യൂറബിലിറ്റി ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യും. ബാക്കി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് അസംബിൾ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഓവറോൾ തീമിലേക്ക് എൻ്റയർ സംഭവം ഡിസൈനിങ്ങും എക്സിക്യൂഷനും ഇമ്പോർട്ടിങ്ങും എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വർക്ക് വരുന്നത്. അപ്പർ ലിവിങ്ങിലെ ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ പാനലിംഗ് വർക്ക് ഫോക്കൽ പോയിന്റ് ആയിട്ടുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ വാൾ തന്നെയാണ്. ഇവിടെ നമ്മളൊരു ബ്രിക്ക് ടൈപ്പിൽ നമ്മുടെ അഗെയിൻ നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സ് നമ്മൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യാൻ ചെയ്യുന്നത്. ഒരു സെമി ഓപ്പൺ രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ. അതെ. ഇതിലേക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ പരമാവധി ആക്സസറീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓർണമെന്റൽ ഓർഗനൈസേഴ്സ്, അതേപോലെ പാൻ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ. ഇത് ആക്ച്വലി ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ആയിട്ടാണ്. ഇത് ഒരു മേക്കപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ. അതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു മിററും ഉണ്ട്. ടോയ്ലറ്റുകളെല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതിനൊക്കെയും ഉള്ളിലെ തീം കൊടുത്തിരിക്കുന്ന നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവസാനമാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. സൈസിലും മൊത്തം ഫീച്ചേഴ്സ് വൈസിലും എല്ലാം വലുതാണ്, ഡിഫറെന്റ് ആണ്. ഇതാണ് നമ്മുടെ കോട്ട് സ്പേസ് വരുന്നത്. കുറെ കൂടെ ഒരു പ്രീമിയം ലെവൽ തോന്നുന്ന രീതിയിലുള്ള ഒരു കോട്ടാണ്. ഇത് യൂഷ്വലി കാണാത്ത ഒരു കൈൻഡ് ഓഫ് ബെഡ് കോട്ടാണ്. ഇതിന്റെ ഫാബ്രിക് ആയാലും എല്ലാം കുറച്ച് സ്പെഷ്യൽ ആണ്. അതേപോലെ ഈ ഹെഡ് ബോർഡും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ഐക്കോണിക് സംഭവം ഇവിടെയുണ്ട്. രണ്ട് ഭാഗത്തും ഓരോ ചെറിയ മിറർ കൊടുത്തു. രണ്ട് സൈഡിലും WPCന്റെ പാനലും കൊടുത്തിട്ടുണ്ട്. ഈ പാനലാണ് നമ്മൾ പുറത്ത് ചെയ്തിട്ടുള്ള എഗെയിൻ ഇതൊക്കെ നമ്മളിപ്പോ കിച്ചണിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് WPCയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്യൂറബിലിറ്റി ഇഷ്യൂ. പിന്നെ വീണ്ടും നമ്മുടെ കേട്ടൻ ഇപ്പോഴും 2 ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. ഇതിലെ ഷിയർ ആണെങ്കിൽ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടന്റെ. ഓക്കെ. ഇവിടെ സൈഡ് ടേബിൾസ് ആണെങ്കിലും PU ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ രണ്ട് ഭാഗത്തൊരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാൻ നമ്മുടെ ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് അല്ല, പകരം ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു ഫാനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സംഭവമുണ്ട്, സ്പെഷ്യലാണ്. ലൂയി വിറ്റന്റെ ചെയറാണ്. ഇത് ലെതറാണ്, കംപ്ലീറ്റ്ലി വുഡ് പ്ലസ് ലെതറിലാണ് ചെയ്തിട്ടുള്ളത്. ട്രോളി പോലെ സെറ്റ് ചെയ്ത്. ഇത് മൂവബിൾ ആണ്. വാർഡ്രോബ് ഇത് നമ്മളിപ്പോ തൊട്ടടുത്ത റൂമിൽ കണ്ട പോലെ തന്നെ കംപ്ലീറ്റ്ലി ഫുൾ ഗ്ലാസ്സിൽ ആണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഗോൾഡൻ പ്രൊഫൈൽസിൽ ചെയ്ത്. അഗെയിൻ ഈ ഒരു സ്പേസിലാണെങ്കിലും നമ്മൾ ഓർണമെന്റ്സ്, പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഴ്സ് വാർഡ്രോബ്സിലും കിച്ചൺസിലും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് വീടിന്റെ ഓണർ, ഇവിടുത്തെ ഗൃഹനാഥൻ ഹനീഫ് ഖാ. നമസ്കാരം. അപ്പൊ ഈ വീടിനൊരു കഥയുണ്ട്. ഒരു പഴയൊരു വീടായിരുന്നു. അതിനെ കുറെ പ്രതിസന്ധികളോടെ കടന്നിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന ഒരു രൂപത്തിലേക്ക്, ഒരു ലക്ഷറി ഫീൽഡിലേക്ക് എത്തിച്ചിട്ടുള്ളത് അല്ലേ? എന്റെ കഥ പറഞ്ഞു. കുറച്ച് പ്രതിസന്ധിയിലായിരുന്നു ആദ്യം. മീൻസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ഇന്റീരിയറും എക്സ്റ്റീരിയറും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനീഷ്യലി നമ്മളെ ഈ ഒരു പ്രൊജക്റ്റായിട്ട് ഹനീഫ് ഖാ സമീപിക്കുന്ന സമയത്ത് ഈ ഒരു വർക്ക് ഒരു കുറച്ചൊരു പ്രതിസന്ധിയിലുള്ള ഒരു പോയിന്റിലായിരുന്നു. അവിടുന്ന് നമ്മൾ ഇതിന്റെ എക്സ്റ്റീരിയറിൽ കുറഞ്ഞ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി ഇന്റീരിയറിലാണെങ്കിലും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. സപ്പോർട്ടീവ് ആയ ഒരു ക്ലയന്റ് ആയിരുന്നു. ഡാനിഷ് ബ്രോ, നമ്മുടെ ഫേമിന്റെ പേരെന്താണ്? ST Clavio എന്നാണ്. ST Clavio. കാലിക്കറ്റിലാണ്. കാലിക്കറ്റ് നടക്കാവ് കൊട്ടാര റോഡിലാണ് നമ്മൾ ഓഫീസ് വരുന്നത്. ഓൾ കേരള നമ്മൾ വർക്ക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ST Clavio അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. ആർക്കിടെക്ട് ആണ്, പൊതുവെ ഇന്റീരിയർ വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം എന്തായാലും ഹനീഫ്, സന്തോഷം. കൺഗ്രാജുലേഷൻസ് ബ്രോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ. ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.